നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദർ ഈസ് നോ പോളിനോമിയൽ എഫ് ഓഫ് എൻ വിത്ത് ഇൻ്റഗ്രൽ കോഎഫിഷ്യൻറ്റ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് പ്രൈംസ് ഫോർ ഓൾ ഇൻറ്റീജേഴ്സ് എൻ. അതായത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. ആ പോളിനോമിയലിന് എന്നിന് ഏത് ഇൻറ്റീജർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ പ്രൈം ആകില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? സപ്പോസ് ദർ എക്സിസ്റ്റ് എ പോളിനോമിയൽ എഫ് ഓഫ് എൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എൻ ഈസ് പ്രൈം ഫോർ ഓൾ ഇൻറ്റീജർ എൻ. എന്നിന് ഏത് വാല്യൂ കൊടുത്താലും എഫ് ഓഫ് എന്നിൻ്റെ ആൻസർ എന്തായിരിക്കും? പ്രൈം ആയിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് എൻ ഈക്വൽ ടു, നമുക്ക് പോളിനോമിയലിനെ എങ്ങനെ എഴുതാം? എ കെ എക്സ് റൈസ് ടു കെ പ്ലസ് എക്സ് അല്ല സോറി എൻ ആണ്, എ എൻ എക്സ് റൈസ് ടു, കാരണം എഫ് ഓഫ് എക്സ് അല്ലല്ലോ, എഫ് ഓഫ് എൻ അല്ലേ, അപ്പോൾ എഫ് ഓഫ് എന്നിനെ എങ്ങനെ എഴുതാം? എ കെ എൻ റൈസ് ടു കെ പ്ലസ് എ കെ മൈനസ് വൺ എൻ റൈസ് ടു കെ മൈനസ് വൺ പ്ലസ് എക്സിട്ര എ വൺ എൻ പ്ലസ് എ നോട്ട് വേർ എ കെ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെ നമുക്ക് എഫ് ഓഫ് എന്നിനെ എഴുതാം. ഇനി ബി എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻറ്റീജർ ആയിട്ട് എടുക്കുക. ലെറ്റ് ബി സ്മോൾ ബി എൻ ഇൻറ്റീജർ. സിൻസ് എഫ് ഓഫ് എൻ ഈസ് ഓൾവേസ് പ്രൈം എഫ് ഓഫ് ബി മസ്റ്റ് ബി എ പ്രൈം. ശരിയല്ലേ? എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴും പ്രൈം ആയിരിക്കും. അപ്പോൾ ബി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അത് പ്രൈം ആയിരിക്കും. ഓക്കെ, ബി എന്നുള്ളത് ഒരു ഇൻറ്റീജർ ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എഫ് ഓഫ് ബി എന്താ വരിക? എഫ് ഓഫ് ബി ഈക്വൽ ടു എ വൺ ബി റേസ് ടു കെ പ്ലസ് എ കെ മൈനസ് എ വൺ അല്ല കേട്ടോ, എ കെ ബി റേസ് ടു കെ പ്ലസ് എ കെ മൈനസ് വൺ ബി റേസ് ടു കെ മൈനസ് വൺ പ്ലസ് എക്സിട്ര എ വൺ ബി പ്ലസ് എ നോട്ട്. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു പി എന്നായിരിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് ടി എന്നുള്ള ഒരു ആർബിട്രറി ഇൻറ്റീജർ എടുക്കുക. എന്നിട്ട് ബി പ്ലസ് ടി പി എന്നുള്ള വേറൊരു ഇൻറ്റീജർ കൺസിഡർ ചെയ്യുക. ഓക്കെ, ആർബിട്രറി ആയിട്ടാണ്. ബി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എടുത്തൊരു ഇൻറ്റീജറാണ്. ടി എന്ന് പറയുന്നത് വേറൊരു ആർബിട്രറി ഇൻറ്റീജർ എടുക്കുന്നു. പി എന്ന് പറയുന്നത് പ്രൈം. അപ്പോൾ ബി പ്ലസ് ടി പി എന്ന് പറയുന്നത് വീണ്ടും എന്ത് തന്നെയായിരിക്കും? ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും. അപ്പോൾ എഫ് ഓഫ് ബി പ്ലസ് ടി പി എന്തായിരിക്കും നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കെ ബി പ്ലസ് ടി പി ഹോൾ റൈസ് ടു കെ പ്ലസ് എ കെ മൈനസ് വൺ ബി പ്ലസ് ടി പി ഹോൾ റൈസ് ടു കെ മൈനസ് വൺ പ്ലസ് എക്സിട്ര എ വൺ ബി പ്ലസ് ടി പി പ്ലസ് എ നോട്ട് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ബി പ്ലസ് ടി പി ഹോൾ റൈസ് ടു കെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ബി റൈസ് ടു കെ പ്ലസ് ബി റൈസ് ടു കെ മൈനസ് വൺ ഇൻറ്റു, അങ്ങനെയാണ് ടേംസ് പോകുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേമിൽ എന്തായാലും എന്തുണ്ടാവില്ല? പി എന്നുള്ളൊരു ടേം ഉണ്ടാവില്ല. അപ്പോൾ ഈ എക്സ്പാൻഷനിലെ എല്ലാ ടേമിൽ നിന്നും ഫസ്റ്റ് ടേമുകളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ വരിക? എ കെ ബി റേസ് ടു കെ പ്ലസ് സെക്കൻഡ് ടേമിൽ നിന്ന് ആദ്യത്തെ ടേമിന് എടുക്കുമ്പോൾ എന്താ വരിക? എ കെ മൈനസ് വൺ ബി റേസ് ടു കെ മൈനസ് വൺ പ്ലസ് എക്സിട്ര എ വൺ ബി പ്ലസ് എ നോട്ട്. അതിനെ മാത്രം നമ്മൾ ക്ലബ് ചെയ്തു. ബാക്കി അതിൽ കുറേ ടേംസ് വരും. ഓക്കെ, ആദ്യത്തെ ടേമിൽ തന്നെ വീണ്ടും കുറേ ടേംസ് വരും. എക്സ്പാൻഡ് ബി പ്ലസ് ടി പി ഹോൾ റൈസ് ടു കെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കെ മൈനസ് വൺ ടേംസ് വേറെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടേംസ് എല്ലാത്തിലും കൂടി വരുന്നുണ്ട്. അതിനെല്ലാം കൂടി നമ്മൾ ജി ഓഫ് ടി എന്ന് എടുക്കണം. ജി ഓഫ് ടി. ഓക്കെ, വേറൊരു പോളിനോമിയലായിട്ട് എടുക്കുക. പക്ഷേ ആ എല്ലാ ടേമിലും എന്തുണ്ടായിരിക്കും? പി എന്നുള്ളൊരു ടേം വരും. ഓക്കെ, പി എന്നുള്ളൊരു ടേം എല്ലാത്തിലും വരും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടേമിലും പി വരും. പി ഇല്ലാത്തതിനെ മാത്രമാണ് നമ്മളിവിടെ ക്ലബ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ അപ്പോൾ നമുക്ക് പി ഇൻറ്റു സം ജി ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. ജി ഓഫ് ടി എന്തും ആയിക്കോട്ടെ, ഒരു പോളിനോമിയലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എഫ് ഓഫ് ബി പ്ലസ് ടി പി എന്ന് പറയുന്നത്, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? എ കെ ബി റേസ് ടു കെ എന്നൊക്കെ പറയുന്നത് എന്താണ്? എഫ് ഓഫ് ബി ആണ്. ഓക്കെ, എഫ് ഓഫ് ബി പ്ലസ് പി ഇൻറ്റു ജി ഓഫ് ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി പി രണ്ടിലും കോമൺ ആണ് അല്ലേ? ഇനി എഫ് ഓഫ് ബിയുടെ വാല്യൂ എന്താ? എഫ് ഓഫ് ബിയുടെ വാല്യൂ പി ആണ്. എഫ് ഓഫ് ബിയുടെ വാല്യൂ പി ആണ്. അതുകൊണ്ട് എഫ് ഓഫ് ബി പ്ലസ് ടി പിനെ നമുക്ക് എന്താ എഴുതാം? നോക്കിക്കോളൂ, ഈ ഒരു ടേം എന്ന് പറയുന്നത് എഫ് ഓഫ് ബി ആണ്. എഫ് ഓഫ് ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി എന്തെടുത്തിട്ടുണ്ട്? പി ആണെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മൊത്തം നമുക്ക് എന്ത് എഴുതാം? പി എന്ന് എഴുതാം. അപ്പോൾ പി പ്ലസ് പി ഇൻറ്റു ജി ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ പി പ്ലസ് പി ഇൻറ്റു ജി ഓഫ് ടി. പി ഔട്ട് സൈഡ് എടുത്താൽ അത് എന്ത് വരും? 1 പി ഇൻറ്റു 1 പ്ലസ് ജി ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ നമ്മൾ തുടക്കത്തിൽ എന്താണ് അസ്യൂം ചെയ്തത്? എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്നിന് ഏത് ഇൻറ്റീജർ വാല്യൂ കൊടുത്താലും അതിൻ്റെ ആൻസർ പ്രൈം ആണെന്നോ. അപ്പോൾ ബി പ്ലസ് ടി പി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ബി പ്ലസ് ടി പി എന്ന് പറയുന്നതും ഒരു ഇൻറ്റീജർ വാല്യൂ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റീജർ എഫ് ഓഫ് ബി പ്ലസ് ടി പി കൊടുത്താൽ അതിൻ്റെ ആൻസർ എന്ത് തന്നെയായിരിക്കണം? പ്രൈം ആയിരിക്കണം. പ്രൈം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു സംതിങ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിട്ട് മാറും. അതായത് പി ഒരു ഫാക്ടറാണ്, 1 പ്ലസ് ജി ടി ഒരു ഫാക്ടറാണ്, പി ഒരു ഫാക്ടറാണ്, 2 ഫാക്ടേഴ്സ് വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കോമ്പോസിറ്റ് നമ്പർ ആവും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല, പ്രൈം നമ്പർ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസറും എന്ത് തന്നെ വരണം? പ്രൈം ആയിട്ട് വരണമെങ്കിൽ
പി എന്ന് തന്നെ വരണം. 1+GT എന്നുള്ളത് എന്തായിട്ട് വരണം? 1 ആയിട്ട് വരണം അല്ലേ? അപ്പോൾ എഫ് ഓഫ് ബി പ്ലസ് ടി പി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരേണ്ടത്? പി എന്ന് തന്നെയാണ് വരേണ്ടത്. കാരണം എന്താ? നമ്മൾ പ്രൈം നമ്പർ ആണെന്നാണ് അത് അസ്യൂം ചെയ്തത്. ഓക്കെ, അത് സംഭവ്യമല്ല. കാരണം എന്താ? എഫ് ഓഫ് ബിയുടെ വാല്യൂം നമുക്ക് എന്താ കിട്ടിയത്? പി എന്നാണ് കിട്ടിയത്. ഇപ്പോൾ എഫ് ഓഫ് ബി പ്ലസ് ടി പിയുടെ വാല്യൂം എന്ത് തന്നെയാണ് കിട്ടിയത്? പി എന്ന് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, നമ്മുടെ അസംഷൻ പ്രകാരം രണ്ടും പി എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ വേറൊരു ഇൻറ്റീജർ ഇതുപോലെ ആർബിട്രറി ആയിട്ട് സെലക്ട് ചെയ്താൽ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെയായിട്ട് കിട്ടും? പി ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയെല്ലാം പി ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പോളിനോമിയലിന് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് പി എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് അർത്ഥം. പക്ഷേ ഇത് ഏത് ഡിഗ്രി പോളിനോമിയലാണ്? ഒരു kth ഡിഗ്രി പോളിനോമിയലാണ്. അത് ഒരിക്കലും ഒരു വാല്യൂ k ടൈംസിനേക്കാളും കൂടുതൽ അത് അസ്യൂം ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ എടുത്ത അസംഷൻ പ്രകാരമാണെങ്കിൽ എന്നിന് ഏത് ഇൻറ്റിജർ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇങ്ങനെ ക്ലബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പി എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ k ടൈംസിനേക്കാളും കൂടുതൽ പ്രാവശ്യം എഫ് ഓഫ് ബി പ്ലസ് ടി പി അല്ലെങ്കിൽ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്? പി എന്നുള്ള വാല്യൂ ആവുന്നുണ്ട്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദർ ഇസ് നോ പോളിനോമിയൽ വിത്ത് ഇൻ്റഗ്രൽ കോഎഫിഷ്യൻറ്റ് എക്സിസ്റ്റ് ദാറ്റ് വിൽ ജനറേറ്റ് ഓൺലി പ്രൈംസ്. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ അല്ല കിട്ടുക, വേറെയും വാല്യൂസ് നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രൂവ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്കൊരു ഡെഫിനേഷൻ നോക്കാം. ലെറ്റ് എക്സ് ബി എ പോസിറ്റീവ് റിയൽ നമ്പർ, ദെൻ പൈ ഓഫ് എക്സ്. എന്താണ് പൈ ഓഫ് എക്സ് എന്നാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. പൈ ഓഫ് എക്സ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. പൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം, അതിനെയാണ് പൈ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പൈ ഓഫ് 10 എന്താ വരിക? 10നേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. 10നേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? 2, 3, 5, 7 അങ്ങനെ 4 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ പൈ ഓഫ് 10 എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, അതുപോലെ പൈ ഓഫ് 27.33. അപ്പോൾ 27.33 എന്ന് പറഞ്ഞാൽ 27നേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അത് എന്തായിരിക്കും? എഴുതി നോക്കുകയാണെങ്കിൽ 9 എന്നാണ് കിട്ടുക. ഓക്കെ, പിന്നെ അതുപോലെ പൈ ഓഫ് 100 25 എന്നാണ് കിട്ടുക. അപ്പോൾ അതിനേക്കാൾ താഴെയുള്ള എന്നിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പൈ ഓഫ് എക്സിനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സിഗ്മ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് സിഗ്മ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1, ഇതാണ് പൈ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 10നേക്കാളും താഴെയുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വാല്യൂസ് വരിക? 10നേക്കാളും താഴെയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് കൺസിഡർ ചെയ്യാം. 1 എന്ന് പറയുന്നത് എന്തല്ല? പ്രൈം അല്ല. പ്രൈം ആണെങ്കിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ 1 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്, പക്ഷേ 1 പ്രൈം അല്ല, അതുകൊണ്ട് നമുക്ക് 1 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, പ്രൈം ആണ്, അപ്പോൾ നമുക്ക് 1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഇനി 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, അത് പ്രൈം ആണ്, അപ്പോൾ വീണ്ടും 1 എന്നുള്ള വാല്യൂ കൊടുക്കാം. പ്ലസ് 4 എന്നുള്ളത് പ്രൈം അല്ല, അപ്പോൾ അത് 1 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറ്റില്ല. 5 എന്നുള്ളത് പ്രൈം ആണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, വീണ്ടും 1 എന്നുള്ള വാല്യൂ കൊടുക്കാം. പ്ലസ് 6 പ്രൈം അല്ല, 7 പ്രൈം ആണ്. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോമിലാണ്. അപ്പോൾ 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 പ്രൈം ആണ്, അതുകൊണ്ട് നമുക്ക് 1 എന്നുള്ള വാല്യൂ കൊടുക്കാം. 8 പ്രൈം അല്ല, 9 പ്രൈം അല്ല, 10 പ്രൈം അല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഫൈനൽ ആൻസർ? 1 + 1 + 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അത് തന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പൈ ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സിഗ്മ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് എക്സിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കൊരു തിയറം പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രൂഫൊന്നും പഠിക്കാനില്ല, നമ്മൾ ആ ഫോർമുലയായിട്ട് പഠിച്ചാൽ മതി. അതായത് പൈ ഓഫ് എന്നിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എണ്ണിയിട്ടാണ് നേരത്തെ കണ്ടുപിടിച്ചത്. 2, 3 ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ എണ്ണി കണ്ടുപിടിക്കാൻ പറ്റി. വലിയ നമ്പർ ഇപ്പോൾ 500, 300 അങ്ങനെയുള്ള വലിയ നമ്പേഴ്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിയറാണ്. ലെറ്റ് P1, P2, എക്സിട്ര Pk ബി പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n. എന്നിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സിനെ എല്ലാം നമ്മൾ നമ്പർ ചെയ്യുക. P1, P2 എങ്ങനെ നമ്പർ ചെയ്യുക? P1, P2, എക്സിട്ര Pk ബി ദ പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n. അപ്പോൾ എന്നിനേക്കാൾ താഴെയുള്ളത് കണ്ട റൂട്ട് എന്നിനേക്കാളും താഴെ കണ്ടാൽ മതി. അപ്പോൾ വളരെ കുറച്ച് നമ്പേഴ്സേ വരുള്ളൂ. 100 ആണെങ്കിൽ 100ൻ്റെ റൂട്ട് എന്താ? 10.
10നേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സാണ് കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ പൈ ഓഫ് എൻ ഈക്വൽ ടു, ഫോർമുല ഇതാണ്, പൈ ഓഫ് എൻ ഈക്വൽ ടു n മൈനസ് 1 പ്ലസ് പൈ ഓഫ് റൂട്ട് എൻ മൈനസ് സിഗ്മ ഓവർ ഐ ദി ഫ്ലോ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ n ബൈ p1 അല്ലെങ്കിൽ പി ഐ എന്ന് എഴുതാം, പി ഐ പ്ലസ് സിഗ്മ ഐ ലെസ് ദാൻ ജെ എൻ ബൈ പി ഐ പി ജെ മൈനസ് സിഗ്മ ഐ ലെസ് ദാൻ ജെ ലെസ് ദാൻ കെ എൻ ബൈ പി വൺ പി ഐ പി ജെ പി കെ പ്ലസ് എക്സെട്ര മൈനസ് 1 ഹോൾ റേസ് ടു ടി എൻ ബൈ പി വൺ പി ടു എക്സെട്ര പി ടി. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ് അത് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള അതായത് പോയിന്റ് വരികയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫോർമുല എന്താണെന്ന് ക്ലിയർ ആവാൻ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യത്തെ ഈ ഇൻറ്റിജർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ഒരെണ്ണം പറയാം, അപ്പം നെക്സ്റ്റ് മനസ്സിലാവും. ഈ ഇൻറ്റിജർ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ ബൈ പി ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ റൂട്ട് എന്നിനേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സിനെ നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നായിട്ട് എടുക്കുക. എൻ ബൈ പി വൺ അല്ലെങ്കിൽ എൻ ബൈ പി ടു പിന്നെ എൻ ബൈ പി ത്രീ, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് എന്താ പറയുന്നത്? ഐ ലെസ് ദാൻ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ലെസ് ദാൻ ജെ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 2ഉം 3ഉം ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? n ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 അങ്ങനെ എഴുതണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ഇനി n ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു അതിനേക്കാൾ വലുത് എഴുതണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഫൈൻഡ് ദി നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ പൈ ഓഫ് 100 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൈ ഓഫ് 100 എങ്ങനെ കാണണം? ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. അപ്പോൾ റൂട്ട് n എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ പൈ ഓഫ് റൂട്ട് n എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം. പൈ ഓഫ് റൂട്ട് 100 ഇറ്റ് ഈസ് പൈ ഓഫ് 10 ഈക്വൽ ടു 4 ആണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് ആ 4 വാല്യൂസ്? റൂട്ട് എന്നിനേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. റൂട്ട് എന്നിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7. അപ്പോൾ അതിനെ എങ്ങനെ നമ്പർ ചെയ്യാം? P1 ഈക്വൽ ടു 2 നമ്പർ ചെയ്യേണ്ടത്. P1 എന്ന് പറയുന്നത് ആദ്യത്തെ പ്രൈം P1 ഈക്വൽ ടു 2 എന്ന് നമ്പർ ചെയ്യാം. അതുപോലെ P2 ഈക്വൽ ടു 3 എന്ന് നമ്പർ ചെയ്യാം. P3 ഈക്വൽ ടു 5 എന്ന് നമ്പർ ചെയ്യാം. അതുപോലെ P4 ഈക്വൽ ടു 7 എന്ന് നമ്പർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 പ്രൈംസ് ആണ് റൂട്ട് എന്നിനേക്കാളും താഴെയായിട്ട് കിട്ടിയത്. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. എന്താണ് പൈ ഓഫ് n എന്ന് പറഞ്ഞാൽ? n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100 മൈനസ് 1 പ്ലസ് പൈ ഓഫ് റൂട്ട് n. പൈ ഓഫ് റൂട്ട് n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 4 ആണ്. 4 മൈനസ്, ഇനി അടുത്തത് ശ്രദ്ധിക്കുക, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ n ബൈ പി ഐ, അതിൻ്റെ സിഗ്മയാണ്. ഓരോന്നായിട്ട് നമുക്ക് സിഗ്മ കാണണം, അതായത് ആഡ് ചെയ്യണം. അപ്പോൾ എന്താ? ഇവിടെ 4 പ്രൈംസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ എന്താ വരിക? 100 ബൈ 2 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ പ്ലസ് 100 ബൈ 3 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ പ്ലസ് 100 ബൈ 5 പ്ലസ് 100 ബൈ 7. ഓരോന്നും കണ്ടുപിടിച്ചതിന് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ പോയിന്റിലുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റിലുള്ളൊരു വാല്യൂ ആണ് കിട്ടണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കണ്ട, നമ്മൾ എന്ത് ചെയ്യുക? അതിലുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഇപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.5 എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കും. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3.5 എന്നാണ് നമുക്ക് കിട്ടിയത്. 3.5 ആണെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താ വരിക? 3 എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, പ്ലസ് അപ്പോൾ ഓരോന്ന് വീതമുള്ളത് എടുത്തു കഴിഞ്ഞു. ഇനി 2 എണ്ണം വീതമുള്ളത് എടുക്കണം. 2 എണ്ണം വീതമുള്ളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഐ ലെസ് ദാൻ ജെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇൻറ്റിജർ രണ്ടാമത്തേനേക്കാൾ ചെറുതായിരിക്കണം. ആ ഒരു രീതിയിൽ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ എന്താ വരിക? 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3, കാരണം 2 ചെറുതാണ്, 3നേക്കാൾ ചെറുതാണ്, അപ്പോൾ അതെടുക്കാം. പിന്നെ 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5, 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7, ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. പ്ലസ് ഇനി 3 എടുത്തു. 100, അതായത് 2 എണ്ണമായിട്ടുള്ള പെയറാണ് എടുക്കേണ്ടത്. ഓക്കെ, 2 എണ്ണമായിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ എന്ത് വരും? 100 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5, 100 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7. അപ്പോൾ 3 വെച്ചിട്ടുള്ള കഴിഞ്ഞു. ഇനി 5 വെച്ച് 100 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 7. ഇനി തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇനി എല്ലാ കോമ്പിനേഷനും ആയി കഴിഞ്ഞു. ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാളും ചെറുതായിട്ട് 2 എണ്ണം വീതമുള്ള എല്ലാ കോമ്പിനേഷനും നമ്മൾ എടുത്തു. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്യാം. പ്ലസ് ഇനി 3 എണ്ണം വീതമുള്ള എടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ആദ്യത്തെ ഓരോന്ന് വീതമുള്ള എടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് സൈനാണ്, 2 എണ്ണം വീതമുള്ള എടുക്കുമ്പോൾ പ്ലസ് സൈനാണ്, അടുത്തത് വീണ്ടും 3 എണ്ണം വീതം എടുക്കുമ്പോൾ നെഗറ്റീവ് സൈനാണ്. ഓക്കെ, നെഗറ്റീവ് 100 ഡിവൈഡഡ് ബൈ 3 എണ്ണം വീതം എടുക്കുമ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ 2 ലെസ് ദാൻ 3 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ അതെടുക്കാം, 2 ഇൻറ്റു 3 ഇൻറ്റു 5. ഇനി ഏതെടുക്കാം? 2 ഇൻറ്റു 3 ഇൻറ്റു 7. പിന്നെ ഏതും കൂടി എടുക്കാം? 2 ഇൻറ്റു 5 ഇൻറ്റു 7.
ഓക്കെ, അങ്ങനെയൊക്കെ എടുക്കാം. പ്ലസ് ഇനി 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി 3 വെച്ചിട്ടുള്ളത് എങ്ങനെ എടുക്കാം? 3 × 5 × 7. ഇനി 3 വെച്ച് വേറെ എടുക്കാൻ പറ്റില്ല, 3 കോമ്പിനേഷൻ. ഇനി അതെല്ലാം കൂടി ആഡ് ചെയ്യാം. പ്ലസ് ഇനി 3 വീതമുള്ളത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്തെടുക്കണം? 4 വീതമുള്ളത് എടുക്കണം. 4 വീതമുള്ളത് എടുക്കുമ്പോൾ എന്ത് വരും? 2 × 100 ഡിവൈഡഡ് ബൈ 2 × 3 × 5 × 7. ഇങ്ങനെ എല്ലാം കണ്ട് അതിൻ്റെ ഒക്കെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ കാണുക, എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം 100 - 1 + 4 എന്ന് പറഞ്ഞാൽ 103 ആണ് വരിക. മൈനസ് ഇനി 100/2 എന്ന് പറഞ്ഞാൽ 50 വരും. 100/3 എന്ന് പറഞ്ഞാൽ 33 പോയിൻറ്റ് സംതിങ് ആണ് വരിക. അപ്പോൾ 33 മാത്രം എടുത്താൽ മതി. 100/5 എന്ന് പറഞ്ഞാൽ 20 ആണ് വരിക. പ്ലസ് 100/7 14 പോയിൻറ്റ് സംതിങ് ആണ് വരിക. അപ്പോൾ 14 എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ആദ്യം 1 വീതമുള്ളത് കഴിഞ്ഞു. അതുപോലെ 2 വീതമുള്ളത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണും. അപ്പോൾ അവസാനം നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ശ്രദ്ധിക്കണം. പൈ ഓഫ് എൻ ഒന്നുകൂടി പറയാം. പൈ ഓഫ് എൻ ഈക്വൽ ടു n - 1 പ്ലസ് പൈ ഓഫ് √n മൈനസ് സിഗ്മ ഓവർ i n/pi പ്ലസ് സിഗ്മ i ലെസ് ദാൻ j n ഡിവൈഡഡ് ബൈ PI/PJ, 2 വീതമുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. പിന്നെ മൈനസ് സിഗ്മ i ലെസ് ദാൻ j ലെസ് ദാൻ k n ഡിവൈഡഡ് ബൈ P1 അല്ലെങ്കിൽ PI/PJ PK പ്ലസ് എക്സിട്ര -1 അങ്ങനെ എടുക്കാൻ കാരണം എന്താ? അത് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് സൈൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. n ഡിവൈഡഡ് ബൈ P1 P2 എക്സിട്ര PT. അങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുല എഴുതുന്നത്. ഇനി അടുത്തൊരു തിയറം, അതിൻ്റെയും പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, റിസൾട്ട് ഒന്ന് പഠിച്ചാൽ മതി. പ്രൈം നമ്പർ തിയറം, അതായത് ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ x/log x ഈക്വൽ ടു 1. ആ ഒരു റിസൾട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ റിസൾട്ട് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പൈ എക്സിൻ്റെ വാല്യൂവും x/log എക്സിൻ്റെ വാല്യൂവും എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ സെയിം ആണ്. അതുകൊണ്ടാണ്, സെയിം നമ്പർ ആയതുകൊണ്ടാണല്ലോ ഒന്നിനെ മറ്റേത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 പോകുന്നത്. ഓക്കെ, പൈ എക്സിൻ്റെ വാല്യൂവും, അതായത് ന്യൂമറേറ്റർ, പൈ എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് x/log x, ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂവും എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? രണ്ടും ഏകദേശം സെയിം ആയിട്ട് വരുന്നു. അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 1 കിട്ടും എന്നുള്ളതാണ് പ്രൈം നമ്പർ തിയറം പറയുന്നത്. ഇനി അടുത്തതൊരു തിയറം തന്നെയാണ്. ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ n there are n consecutive integers that are composite numbers. എന്താണ് പറഞ്ഞത്? അതായത് നമ്മൾ ഏത് ഇൻറ്റീജർ എടുത്താലും അത്രയും എണ്ണം കോമ്പോസിറ്റ് നമ്പേഴ്സ് അടുത്തടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 കോമ്പോസിറ്റ് നമ്പേഴ്സിനെ നമുക്ക് അടുത്തടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 കോമ്പോസിറ്റ് നമ്പേഴ്സ് അടുത്തടുത്ത് എന്തായാലും വരുന്നുണ്ട്. ഏതൊക്കെയാണ്? 8ഉം 9ഉം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്, അടുത്തടുത്ത് വരുന്നുണ്ട്. അതുപോലെ പറയുന്നത് 3 എന്നുള്ള നമ്പർ എടുത്താൽ 3 കോമ്പോസിറ്റ് നമ്പേഴ്സ് നമുക്ക് അടുത്തടുത്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതും നമുക്കറിയാം. 8, 9, 10 3ഉം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, പിന്നെ പറയുന്നത് 4 എന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കോമ്പോസിറ്റ് നമ്പറിനെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഏത് ഇൻറ്റീജർ എടുത്താലും, n എന്ന് പറയുന്ന ഏത് ഇൻറ്റീജർ എടുത്താലും നമുക്ക് അത്രയും കോമ്പോസിറ്റ് നമ്പേഴ്സിനെ അടുത്തടുത്ത് കോൺസിക്യൂട്ടീവായിട്ട് കാണാൻ പറ്റുമെന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. കൺസിഡർ n കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ആൻസർ അറിയാം, അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള നമ്പർ എഴുതുന്നത്. അതായത് n+1 ഫാക്ടോറിയൽ +2 അതൊരു നമ്പർ. അടുത്ത നമ്പർ n+1 ഫാക്ടോറിയൽ +3. അടുത്തത് n+1 ഫാക്ടോറിയൽ +4 എക്സിട്ര n+1 ഫാക്ടോറിയൽ n+1. ഇങ്ങനെയുള്ള എത്ര നമ്പറായി ഇപ്പോൾ നമ്മൾ എടുത്തത്? n നമ്പർ. ഇങ്ങനെയുള്ള n നമ്പറുകൾ എടുക്കുകയാണെങ്കിൽ ഈ n നമ്പറുകളും എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അടുത്തടുത്തുള്ള നമ്പറുകളാണ്, എല്ലാം അടുത്തടുത്തുള്ള നമ്പർ. n+1 ഫാക്ടോറിയൽ എല്ലാത്തിലും കോമൺ ആണ്. +2 +3 അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അടുത്തടുത്തുള്ള നമ്പറുകളാണ്. n+1 വരെ ആഡ് ചെയ്യുന്നുണ്ട്. 2 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് n ഇൻറ്റീജേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഇത് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത് വെച്ചാൽ എന്നിൻ്റെ വാല്യൂ > 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സപ്പോസ് ദാറ്റ് 2 ≤ k ≤ n+1. അതായത് ഇപ്പോൾ നമ്മൾ എവിടെ മുതലാണ് ആഡ് ചെയ്തത്? 2 മുതൽ n+1 വരെയാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് 2നും n+1നും ഇടയിലുള്ളൊരു വാല്യൂ ആണ് k എന്ന് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ എന്താ എടുത്തത്? ഈ 2നും n+1നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് k. ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈ കെ കൊണ്ട് നമുക്ക് n+1 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും എങ്ങനെയാണ് പറ്റുന്നത്? അത് ട്രൂ ആയിട്ടുള്ളൊരു കേസാണ്. എങ്ങനെയാണത് പ്രൂവ് ചെയ്യണ്ട, എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാവേണ്ടത്? n+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ n+1 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൽ ഏത് നമ്പറും ഇൻക്ലൂഡഡ് ആണ്? കെ എന്നുള്ള നമ്പറും ഇൻക്ലൂഡഡ് ആണ്. കാരണം 1 × 2 × 3 × 4 × 5 × എക്സെട്ര × കെ അതിൽ വരുന്നുണ്ട്. കെ ഇൻറ്റു, കാരണം ഇതിൻ്റെ ഇടയിലുള്ള നമ്പർ അല്ലേ, കെ ഇൻറ്റു k+1 × എക്സെട്ര × n × n+1. അപ്പോൾ എന്തായാലും ഇൻറ്റു എന്നാണ് പറയുന്നത്, പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും കെ കൊണ്ട് നമുക്ക് എന്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? കെ ഡിവൈഡ്സ് n+1 ഫാക്ടോറിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. വേണമെങ്കിൽ ഒരു ചെറിയ നമ്പർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 6 ഫാക്ടോറിയലിനേക്കാളും ഇടയിലുള്ള ഒരു നമ്പറാണ് 3 എന്ന് പറയുന്നത് അല്ലേ. 2വിനും ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. 2വിനും 6 ഫാക്ടോറിയലിനും ഇടയിലുള്ള ഒരു നമ്പറാണ് 3 എന്ന് പറയുന്നത്. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 × 6 ആണ് അല്ലേ, 6 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ n+1 ഫാക്ടോറിയലിന് പകരം വന്നിട്ടുള്ളത് 6 ഫാക്ടോറിയലാണ്. കെക്ക് പകരം വന്നിട്ടുള്ളത് 3 ആണ്. കണ്ടോ, ഇതിൻ്റെ പ്രോഡക്റ്റിൽ എന്തുണ്ട്? 3 എന്നുള്ളൊരു നമ്പർ ഉണ്ട്. അപ്പോൾ ഈ n+1 ഫാക്ടോറിയലിനെ, അതായത് 6 ഫാക്ടോറിയലിനെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഈ 3 എന്നുള്ളൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ താഴെയുള്ള n+1 ഫാക്ടോറിയലിൻ്റെ താഴെയുള്ള ഏത് നമ്പർ എടുത്താലും അതുകൊണ്ടൊക്കെ നമുക്ക് ഈ n+1 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും 2വിനും n+1 ഫാക്ടോറിയലിനും ഇടയിലുള്ള ഒരു നമ്പറാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ n+1 ഫാക്ടോറിയലിനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ അത് ശരിയായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഡിവൈഡ്സ് n+1 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന റിസൾട്ടാണ് കെ ഡിവൈഡ്സ് കെ. കെയിനെ കെ കൊണ്ട് തന്നെ എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലേ? കെ ഡിവൈഡ്സ് n+1 ഫാക്ടോറിയൽ പ്ലസ് കെ. ഓക്കെ, അതായത് n+1 ഫാക്ടോറിയലിൻ്റെ ഫാക്ടറാണ് കെയുടെ ഫാക്ടറാണ് കെ. അപ്പോൾ രണ്ടും ആഡ് ചെയ്താലും കെ എന്നുള്ളത് അതിൻ്റെ ഫാക്ടർ തന്നെയാണ് വരും. കാരണം ഇതിലും കെ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്, ഇതിലും കെ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴും കെ എന്നുള്ള ഫാക്ടറിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കെ ഡിവൈഡ്സ് ഇതിൻ്റെ സം എന്ന് പറയും. അതല്ലെങ്കിൽ നിങ്ങൾ വേറൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, എ ഡിവൈഡ്സ് ബി, എ ഡിവൈഡ്സ് സി ആണെങ്കിൽ എ ഡിവൈഡ്സ് ആൽഫ ബി പ്ലസ് ബീറ്റ സി. അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ ഡിവൈഡ് ചെയ്യുന്നു. ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് 6 ഡിവൈഡ് 18 ആൻഡ് 6 ഡിവൈഡ് 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 ഡിവൈഡ്സ് 24 എന്ന് പറഞ്ഞൂടെ? കാരണം ഇത് ആഡ് ചെയ്തത് 18 + 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. കെ ഡിവൈഡ്സ് n+1 ഫാക്ടോറിയൽ ആൻഡ് കെ ഡിവൈഡ്സ് കെ. അങ്ങനെയാണെങ്കിൽ കെ ഡിവൈഡ്സ് n+1 ഫാക്ടോറിയൽ പ്ലസ് കെ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഇൻറ്റീജേഴ്സ് എങ്ങനെയുള്ള ഇൻറ്റീജേഴ്സ് ആയിരുന്നു? n+1 ഫാക്ടോറിയൽ പ്ലസ് 2, n+1 ഫാക്ടോറിയൽ പ്ലസ് 3, എക്സെട്ര n+1 ഫാക്ടോറിയൽ പ്ലസ് n+1 ആണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ഏത് നമ്പറാണ്? ആർബിട്രറി ആയിട്ടൊരു കെ ആണ് എടുത്തത്. അപ്പോൾ ഒരു കെ എടുക്കുകയാണെങ്കിൽ കെയിൻ്റെ n+1 ഫാക്ടോറിയൽ പ്ലസ് കെ എന്ന് പറയുന്നതിന് കെ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതൊരു കോമ്പോസിറ്റ് നമ്പർ അല്ലേ? അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം കെ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. അതുകൊണ്ട് n+1 ഫാക്ടോറിയൽ പ്ലസ് കെ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അതുപോലെ നമ്മൾ ഇതെടുക്കുകയാണെങ്കിലോ, 2 എന്നുള്ളത് ഇതിൻ്റെ കെക്ക് പകരം 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. കെക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? n+1 ഫാക്ടോറിയൽ പ്ലസ് 2ൻ്റെ ഫാക്ടറാണ് 2 എന്ന് പറയാം. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? n+1 ഫാക്ടോറിയൽ പ്ലസ് കെയുടെ ഫാക്ടറാണ് കെ എന്ന്. അതേപോലെ കെക്ക് 2 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് കിട്ടും? n+1 ഫാക്ടോറിയൽ പ്ലസ് 2ൻ്റെ ഫാക്ടറാണ് 2 എന്ന് പറയുന്നത്. അതുപോലെ n+1 ഫാക്ടോറിയൽ, അതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? n+1 ഫാക്ടോറിയൽ പ്ലസ് 3. n+1 ഫാക്ടോറിയൽ പ്ലസ് 3യുടെ ഫാക്ടറാണ് എന്ത്? ഫാക്ടർ അല്ല, n+1 ഫാക്ടോറിയൽ പ്ലസ് 3, അതെ, n+1 ഫാക്ടോറിയൽ പ്ലസ് 3യുടെ ഒരു ഫാക്ടറാണ് 3 എന്ന് പറയുന്നത്. അതുപോലെ ജനറലി ഇങ്ങനെ പറയാം, n+1 ഫാക്ടോറിയൽ പ്ലസ് കെ എന്ന് പറയുന്നതിൻ്റെ ഫാക്ടറാണ് കെ എന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് പറയാം? n+1 ഫാക്ടോറിയൽ പ്ലസ് 2ൻ്റെ ഫാക്ടറാണ് 2. അപ്പോൾ ഈ നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പറായി. അടുത്തത് n+1 ഫാക്ടോറിയൽ പ്ലസ് 3ൻ്റെ ഒരു ഫാക്ടറാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കോമ്പോസിറ്റ് നമ്പറായി. അങ്ങനെ ഏത് നമ്പർ എടുത്താലും n+1 ഫാക്ടോറിയൽ പ്ലസ് n+1 ഫാക്ടോറിയൽ പ്ലസ് n ഫാക്ടറാണ് n എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കോമ്പോസിറ്റ് നമ്പറായി. അപ്പോൾ നമ്മൾ
കോൺസിക്യൂട്ടീവായിട്ട് നേരത്തെ എടുത്ത നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? n+1 ഫാക്ടോറിയൽ പ്ലസ് 2, n+1 ഫാക്ടോറിയൽ പ്ലസ് 3, n+1 ഫാക്ടോറിയൽ പ്ലസ് n+1. അതെല്ലാം എന്താണെന്ന് കിട്ടി നമുക്ക്? അങ്ങനെ കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സിനെ കാണാൻ പറ്റി? n കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സിനെ കാണാൻ പറ്റി. അതെല്ലാം എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ഈ ഒരു തിയറി യൂസ് ചെയ്തിട്ട്. ഫൈൻഡ് 6 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ കോമ്പോസിറ്റ്സ്. കോമ്പോസിറ്റ് ആയിട്ടുള്ള 6 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സിനെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? n+1 ഫാക്ടോറിയൽ പ്ലസ് 2. അവിടെ മുതൽ 6 നമ്പേഴ്സ് എഴുതിയാൽ മതി. n+1 ഫാക്ടോറിയൽ പ്ലസ് 3, n+1 ഫാക്ടോറിയൽ പ്ലസ് 4, അങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ n+1 ഫാക്ടോറിയൽ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ n-ന് ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത്? 6 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 6+1 ഫാക്ടോറിയൽ പ്ലസ് 2 കാണും. അതായത് 7 ഫാക്ടോറിയൽ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 5042 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓരോന്ന് ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ 5042, 5043, 5044, 5045, 5046 ആൻഡ് 5047 അതായിരിക്കും 6 കോമ്പോസിറ്റ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ.